ദീർഘകാലം ജീവിക്കുക നീ എന്ന ഒരാശംസയും കൊടുത്തു. സ്വഹാബത്ത് പറയുന്നു, അതൊരു വല്ലാത്ത ആശംസയായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹ എന്ന ആ പെൺകൊടി വഫാത്തായത് 90 വയസ്സും കഴിഞ്ഞ ശേഷമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ്. ജബ്റുൽ ഖവാത്തിർ, ചിത്തരജ്ഞനം, പുണ്യങ്ങളിൽ വെച്ച് വളരെ മഹത്വമുള്ളതാണ്. ഇദ്ഖാലു സുറൂർ അലാ ഖൽബി മുസ്ലിം, ഒരു സഹോദരൻ്റെ മനസ്സകത്തേക്ക് സന്തോഷത്തെ ഇട്ട് കൊടുക്കുക. അഹബ്ബുൽ അമാലി ഇലല്ലാഹി ബഅദൽ ഫറായിദ്, ഫർളായ അമലുകൾക്ക് ശേഷം അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുണ്യമാണത്. ജബ്റുൽ ഖവാത്തിർ എന്ന പൊതു നാമത്തിലാണ് അതറിയപ്പെടുന്നത്. മാതൃകായോഗ്യമായി ഈ പ്രവൃത്തി, ഈ പുണ്യം ഏറ്റവും വലിയ മാതൃകയിലൂടെ പകർന്നു തന്നത് അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അവിടുത്തെ ജീവിതാനുഭവങ്ങളിലെ ഓരോന്നെടുത്തു നോക്കുക, ചെറുതും വലുതുമെല്ലാം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെയാണോ മാർഗങ്ങൾ, അവരുടെ മനസ്സിനെ കൺകുളിർക്കെ ആഹ്ലാദിപ്പിക്കുക. സഹീഹുൽ ബുഖാരിയിലെ ഒരനുഭവം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആരോ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഒരു മനോഹരമായ തുണിയായിരുന്നു അത്, ഒരു ഡ്രസ്സ്, ചിത്രപ്പണികളുള്ള മനോഹരമായ പുള്ളികളും മറ്റുമുള്ള കറുത്ത മനോഹരമായ ഒരു വസ്ത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ വസ്ത്രം നന്നെ ഇഷ്ടപ്പെട്ടു. അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു, നാം ഇത് ആരെയാണ് അണിയിപ്പിക്കുക? അതദറൂന മൻ നക്സൂഹ, നിങ്ങൾക്കറിയുമോ? സഹാബത്ത് മുഴുവൻ ചിന്തിച്ചു. ഏതെങ്കിലും പ്രമുഖരെ അല്ലെങ്കിൽ പ്രമുഖരുടെ മക്കളെ വിളിച്ചു വരുത്തി ഈ പുടവ സമ്മാനിക്കുമെന്നാണ് പലരും കരുതിയത്. കുറച്ചു കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഉമ്മു ഖാലിദിനെ വിളിക്കൂ. ആരാണ് ഈ ഉമ്മു ഖാലിദ്? അതെ, മദീനയിലേക്ക് അടുത്ത ദിവസം വന്നു ചേർന്ന ഒരു പെൺകുട്ടിയാണ്. ഖാലിദ് ബിനു സഈദ് ബിനുൽ ആസിന്റെ പ്രിയപ്പെട്ട മകൾ. ആ പെൺകുട്ടി ജനിച്ചത് എത്യോപ്യയിലാണ്. അങ്ങോട്ട് കുടുംബസമേതം ഇസ്ലാമിക രക്ഷയ്ക്ക് വേണ്ടി ഹിജ്റ പോയ ഒരു കുടുംബത്തിലെ, ഒരു അഭയാർത്ഥി കുടുംബത്തിലെ ഒരു പെൺകൊച്ചാണ് ഉമ്മു ഖാലിദ്. അമത് എന്നായിരുന്നു അവരുടെ പേര്. തിരുനബി അവരെ എന്തോ പരിഗണന കൊടുത്തുകൊണ്ട് വിളിച്ചു വരുത്തി. ആ പെൺകുട്ടിയുടെ ആഹ്ലാദത്തിന്, ഊറ്റത്തിന്, സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സ്വാഭാവികം. ആ പെൺകുട്ടിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുപ്പിച്ച് നിർത്തി ഈ മനോഹരമായ വസ്ത്രം അണിയിപ്പിച്ചു കൊടുത്തു. എന്തൊരാഹ്ലാദം! ഇത് കണ്ടു നിന്ന സഹാബിമാരെല്ലാം കൊതിച്ചുപോയി. ആ പെൺകുട്ടിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഒരു വലിയ സമ്മാനം. തിരക്കുകൾക്കിടയിൽ, ആയിരം സേവനങ്ങൾക്കിടയിൽ തൻ്റെ കൂട്ടത്തിലെ സമൂഹത്തിലെ കൊച്ചു കുട്ടികളെപ്പോലും സന്തോഷിപ്പിക്കാനും അതൊരു ചടങ്ങായി മനോഹരമായി പരിവർത്തിപ്പിക്കാനും സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിക്കുകയാണ്. റസൂലുള്ളാഹി ഇത് അണിയിച്ചു കൊടുത്ത ശേഷം ഉമ്മു ഖാലിദ് എന്ന ആ പെൺകുട്ടിയോട് പറഞ്ഞു, സന സന സന. ഇത് യഥാർത്ഥത്തിൽ എത്യോപ്യൻ ഭാഷയിലെ ഒരു അഭിനന്ദന പ്രയോഗമാണ്. വല്ലാത്തൊരഭിനന്ദനാണത്. സന, മനോഹരം, ബ്യൂട്ടിഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം. തുടർന്ന് ആശംസകൾ നേർന്നുകൊണ്ട് ഉമ്മു ഖാലിദ് എന്ന പെൺകുട്ടിയോട് തിരുനബി പറഞ്ഞു, അബ്ലി വ അഖ്ലിഫി, അബ്ലി വ അഖ്ലിഖി, നീണാൾ വാഴട്ടെ നീ, ദീർഘകാലം ജീവിക്കുക നീ എന്ന ഒരാശംസയും കൊടുത്തു. സ്വഹാബത്ത് പറയുന്നു, അതൊരു വല്ലാത്ത ആശംസയായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹ എന്ന ആ പെൺകൊടി വഫാത്തായത് 90 വയസ്സും കഴിഞ്ഞ ശേഷമായിരുന്നു. സല്ലല്ലാഹു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ്. കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അതിൽ അനുഭൂതി കണ്ടെത്തിയ തിരുനബിയുടെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക്
കരുത്താകട്ടെ, ആദർശമാകട്ടെ. ജബറുൽ ഖവാത്തിർ, ചിത്തരജ്ഞനം എന്ന പരമ്പരയിൽ എത്രമാത്രം അനുഭവങ്ങളുണ്ട് നമുക്ക് അയവിറക്കാൻ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.